ബ്രൂവറി അനുമതി, CAG റിപ്പോർട്ട്, സർക്കാർ ജീവനക്കാരുടെ സമരം തുടങ്ങി വിവിധ വിഷയങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ ആയുധമാക്കി. അഴിമതിയുടെ നടത്തിപ്പിനും പൂർത്തീകരണത്തിനും വേണ്ടി പ്രവർത്തിക്കുകയാണ് സർക്കാരെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. മുഖ്യമന്ത്രിക്ക് താൽപര്യമുള്ള കമ്പനിക്ക് അതീവ രഹസ്യമായ അനുമതി നൽകി. ബ്രൂവറി അനുവദിച്ചത് LDF അറിഞ്ഞല്ല എന്നും ചെന്നിത്തല വിമർശിച്ചു. അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നാണ് സാർ എനിക്ക് പറയാനുള്ളത്. സർ, അതിനാലാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 3 ബ്രൂവറികളും ഒരു ഡിസ്റ്റിലറിയും രഹസ്യമായി അനുവദിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കുകയും അത് പിൻവലിച്ച് ഓടേണ്ടി വരികയും ചെയ്തത്. സാർ, അന്ന് കണ്ടം വഴി ഓടിയവരാണ് ഇപ്പൊ പുതിയ കാര്യങ്ങളും പുതിയ ബ്രൂവറിയും ഡിസ്റ്റിലറിയും അനുവദിക്കാനായി വന്നിട്ടുള്ളത്. സാർ, ഇനി കേരളത്തിൽ മദ്യനിർമ്മാണ കമ്പനികൾ വേണ്ട എന്ന് തീരുമാനിച്ചത് EK നയനാർ ഗവൺമെന്റ് കാലത്താണ്. 1999 ഗവൺമെന്റ് പറഞ്ഞു ഇനി കേരളത്തിൽ ഇതിന്റെ ആവശ്യമില്ല എന്ന്. ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെന്റിന് ഇത്ര നിർബന്ധം എന്താണ് സാർ? PPE കിറ്റ് അഴിമതി ആരോപണത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. അനിത ടെസ്കോട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി കുറഞ്ഞ വിലയ്ക്ക് കിറ്റ് നൽകാമെന്നറിയിച്ച കത്ത് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു. ഇപ്പോ ഞങ്ങൾ ഇന്നൊരു കത്ത് പുറത്തുവിടുകയാണ്. അനിത ടെക്സ്കോട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം 1550 രൂപയ്ക്ക് PPE കിറ്റ് മേടിക്കാൻ സർക്കാർ ഉത്തരവ് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം ഈ അനിത ടെക്സ്കോട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഈ 550 രൂപയ്ക്ക് ഞങ്ങൾ PPE കിറ്റ് തരാം, ഞങ്ങൾ 25,000 കിറ്റ് തരാം എന്ന് അവർ പറഞ്ഞിരുന്നു. 25,000 കിറ്റ് 550 രൂപയ്ക്ക് തരാം എന്നുള്ള കത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാതെ 1550 രൂപയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് ഇവർ PPE കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ ഈ പറയുന്ന വാദം കൃത്യമായി പൊളിയാണ്. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഇന്ന് സഭ എന്തിനൊക്കെ സാക്ഷിയായി? മോത്തി, ഒന്നിലധികം വിഷയങ്ങളാണ് ഇന്ന് സഭാതലത്തിൽ ചർച്ചയായത്. അത് പല ഘട്ടങ്ങളിലായി സബ്മിഷനായും അതോടൊപ്പം തന്നെ ചോദ്യോത്തരവേളയിലും പിന്നീട് ഈ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രസംഗത്തിലുമെല്ലാം പല വിഷയങ്ങളും ഉയർന്നു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അതോടൊപ്പം തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ബ്രൂവറി അനുവദിക്കുന്നതിൽ വലിയ തോതിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഈ ആരോപണങ്ങൾ ആവർത്തിച്ചു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അഴിമതിയില്ല എന്നൊരു വാദമാണ് സർക്കാർ നിരത്തുന്നത്. അതോടൊപ്പം തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട് കോവിഡ് കാലത്ത് കോവിഡ് കിറ്റ് PPE കിറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അഴിമതി നടന്നു എന്നുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണമുണ്ട്. ആ ആരോപണത്തിന് അടിവരയിടുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന CAG റിപ്പോർട്ട്. 3 ഇരട്ടി വിലയ്ക്ക് കിറ്റ് വാങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അന്ന് വലിയ ക്ഷാമം ഉണ്ടായിരുന്നു കിറ്റിന്, അതിനാലാണ് കൂടിയ വിലയ്ക്ക് വാങ്ങേണ്ടി വന്നതെന്ന സർക്കാരിന്റെ വാദം ഖണ്ഡിക്കുന്ന ഒരു കത്ത് ഇന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ കത്തിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇതിലും കുറഞ്ഞ വിലയ്ക്ക് കിറ്റ് നൽകാൻ തയ്യാറായി രംഗത്തെത്തിയ ഒരു കമ്പനിയുടെ വിവരങ്ങളാണുള്ളത്. ആ കത്തും പുറത്തേക്ക് വിടുന്നു. അതോടൊപ്പം തന്നെ ഈ ബ്രൂവറി വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് കൂടി പങ്കുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. അടിയന്തര പ്രമേയമായി സഭയിലെത്തിയത് സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. PC വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സംസാരിച്ചത്. കേരളത്തിൽ വലിയ തോതിലുള്ള പ്രശ്നം സർക്കാർ ജീവനക്കാർ നേരിടുന്നുണ്ട് എന്നുള്ളതായിരുന്നു PC വിഷ്ണുനാഥ് പറഞ്ഞത്. എന്നാൽ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞ് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കും. ഏതായാലും വിവിധ വിഷയങ്ങൾക്കാണ് ഇന്ന് സഭ സാക്ഷിയായത്.